ഊർജ്ജസ്വലരായിട്ടുള്ള എന്തിനേയും മാത്രമേ നിലനിർത്തൂ, അല്ലാത്തതിനെ പ്രകൃതി നശിപ്പിച്ചു കളയും. പണ്ട് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, 5 കുട്ടികളുണ്ട്. ഒരു പക്ഷേ അതിലെ 2 കുട്ടികളെ പൂച്ച തിന്നാനുള്ള സാധ്യത ഉണ്ടെന്ന്. പിറ്റേ ദിവസം ചെന്ന് നോക്കിയ സമയത്ത് 2 കുട്ടികളെ കാണാനില്ല, മൊത്തം 3 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അമ്മമ്മയോട് ചോദിച്ചു, അമ്മാമ്മ എന്തുകൊണ്ടാണ് പൂച്ച തൻ്റെ കുട്ടികളെ തിന്നത്? അതെനിക്കറിയില്ല, പക്ഷേ പൂച്ച തൻ്റെ കുട്ടികളെ തിന്നും എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. സോ ഇതൊരു ചോദ്യമായിരുന്നു എന്നെ സംബന്ധിച്ചു. ഒരുപാട് വർഷങ്ങളെടുത്തു ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോഴും കറക്റ്റ് ഉത്തരത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്നല്ല പറയുന്നത്, പക്ഷേ ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പൂച്ച എന്ന് പറയുന്ന ആ ജീവി തൻ്റെ കുഞ്ഞിനെ തിന്നും പ്രസവിച്ച ഉടൻ തന്നെ. പക്ഷേ അത് എല്ലാ കുഞ്ഞുങ്ങളെയും തിന്നുകയില്ല. എന്തുകൊണ്ടാണ് അത് തിന്നുന്നത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ, അതായത് ആ ജനിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. ഒരു ഹാർട്ടിന് പ്രോബ്ലമോ അല്ലെങ്കിൽ കണ്ണ് തുറക്കാത്തതോ അല്ലെങ്കിൽ അതിന് ആരോഗ്യമില്ലാത്തതോ ക്ഷയിച്ചതോ ആയ തൻ്റെ കുഞ്ഞിനെ പൂച്ച മണ്ണിന് പോലും, അതായത് ഈ പ്രകൃതിക്ക് പോലും കൊടുക്കാതെ സ്വയം തിന്നു കളയും. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു തത്തയെ പിടിച്ചുകൊണ്ട്, അതായത് കൂട്ടത്തിൽ പറന്നു നടക്കുന്ന, പ്രകൃതിയിൽ പറന്നു നടക്കുന്ന ഒരു തത്തയെ പിടിച്ചുകൊണ്ട് നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തി 1 വർഷത്തിന് ശേഷം അതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ തത്തകളും വന്ന് അതിനെ കൊല്ലും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പലയിടത്തും ഞാനത് കണ്ടിട്ടുമുണ്ട്. ഇതെന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, തങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ അതുപോലെ തന്നെ, അതായത് അവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് ആ തത്തമ്മയുടെ ആരോഗ്യത്തിന് ഒരു മാറ്റം ഉണ്ടാവും. പലരും പറയുന്നത് ഭാഷ മാറിപ്പോയിട്ടുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് തത്തമ്മളെ വന്നിട്ട് കൊല്ലുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൂടെ കുറേ കാലം ജീവിച്ചുകൊണ്ടാണ് തത്തമ്മളെ വന്നിട്ട് ഈ തത്തമ്മയെ, നമ്മുടെ കൂടെ കൂട്ടിൽ വളർത്തിയ തത്തമ്മയെ കൊല്ലുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതായത് അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആരോഗ്യം ഈ തത്തമ്മയ്ക്ക്, അതായത് നമ്മൾ പറത്തിവിടുന്ന തത്തമ്മയ്ക്ക് ആവശ്യമാണ്.